ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാൻ 12ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് നേടിയ റെക്കോർഡും തകർത്ത് 250 കോടിക്ക് മുകളിൽ സിനിമ നേടി ഇൻഡസ്ട്രി ഹിറ്റെന്ന് വിളിക്കാവുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച ദിനത്തെ കളക്ഷനിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഞായറാഴ്ച ട്രാക്ക് ചെയ്യപ്പെട്ടത് 1712ഓളം ഷോകളാണ്. 1,90,000-ന് മുകളിൽ ആളുകൾ ഇന്നും ടിക്കറ്റ് എടുത്തു. 40% ഒക്യുപ്പൻസി. നമ്മളേവരും പ്രതീക്ഷിച്ച പോലെ ഒരു മികച്ച സൺഡേ ആയി മാറുകയാണ് ഈ ഒരു ദിനം. 3,06,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന ആ ഒരു കളക്ഷനെങ്കിൽ 3,4 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ. ഇതിനോടകം ട്രാക്ഡ് കളക്ഷൻസ് മാത്രം 74,77,00,000 രൂപയായി എന്നുള്ളതാണ്. അതായത് സിനിമയുടെ കളക്ഷൻ 79 കോടിയിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കാൻ പോവുകയാണ് മലയാളത്തിൽ. അതായത് ഈ ഒരു സിനിമയ്ക്ക് റെക്കോർഡ് തീർക്കണമെങ്കിൽ ഇനിയും അധിക ദൂരമൊന്നും ഇല്ല എന്നുള്ളതാണ്. വെറും 10 കോടി അല്ലെങ്കിൽ 11 കോടിയിലാണ് സിനിമ ഇൻഡസ്ട്രി ഹിറ്റിൽ പ്രതീക്ഷിക്കുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആവേശം എന്ന ചിത്രം നേടിയത് 76.12 കോടിയാണ്. ആടുജീവിതം ഒരു പരാജയ ചിത്രമാണെങ്കിൽ പോലും നേടിയത് കേരളത്തിൽ നിന്ന് 79,28,00,000 രൂപയാണ്. പിന്നീട് 2018 എന്ന ചിത്രം നോക്കുകയാണെങ്കിൽ 89 കോടി 65 രൂപയാണ്. അതായത് ഇപ്പോൾ 79 കോടിയോളമാണ് എമ്പുരാൻ്റെ കളക്ഷനായി നിൽക്കുന്നത്. അതായത് വെറും 10-10.5 കോടി ഉണ്ടെങ്കിൽ ഈ സിനിമ എത്തും. അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കെൻഡോട് കൂടി ഈ ഒരു സിനിമ ആ റേഞ്ചിലേക്ക് എത്തേണ്ടതാണ്. ഞായറാഴ്ച പ്രതീക്ഷിച്ച പോലെ 3-3.5 കോടി എത്തി. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു 1.5 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ്. പ്രത്യേകിച്ച് തിങ്കൾ ചൊവ്വ ദിനങ്ങളാണ് ഏറ്റവും നോക്കുന്ന. ബുധനാഴ്ച കളക്ഷൻ കുറവായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതിനുശേഷമുള്ള ദിനങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രകടനം എന്നുള്ളത് വെച്ചിട്ടാണ് സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. എന്തായാലും ആ ഒരു റേഞ്ചിലേക്ക് സിനിമ എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കാം. വമ്പൻ ബഡ്ജറ്റിൽ വന്ന ചിത്രമാണ്. എന്നിരുന്നാൽ പോലും ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കാൻ സിനിമയ്ക്ക് കഴിയുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ കുതിച്ച് പായുന്നത്. എന്താണേലും ഗംഭീരം എന്നാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. പല സ്ഥലങ്ങളിലും സിനിമയ്ക്ക് മികച്ച റെസ്പോൺസ്, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് നല്ല ലെവലിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് നമുക്ക് 10 ദിനത്തെ അപ്ഡേറ്റുകൾ ലഭിക്കുമ്പോൾ സിനിമയ്ക്ക് ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന് 2.46 കോടി നേടിയതായി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നു. അത് ഹിന്ദി പതിപ്പിൻ്റെയാണ്. അതേപോലെ തന്നെ കന്നഡയിൽ നിന്ന് കന്നഡ പതിപ്പിൽ നിന്ന് മാത്രമായിട്ട് 63 ലക്ഷം രൂപ നേടി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് തെലുങ്കിലും സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. തെലുങ്കിൽ നിന്ന് 3.35 കോടി രൂപയോളം നേടി എന്നുള്ള ഡീറ്റെയിലും പുറത്തു വരുന്നു. എന്തായാലും സിനിമ മഞ്ഞുമ്മൽ ബോയ്സിനെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. അതുപോലെ തന്നെ എന്നായിരിക്കും സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താൻ കഴിയുക കേരളത്തിൽ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.